ആമി നേരെ ഫെലിക്സിന്റെ അടുത്തേക്ക് ചെന്നു. അവളെ കണ്ടതും അവൻ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. അവൾ പുറകിലേക്ക് പോകുന്നത് കണ്ട് ഋതു തിരിഞ്ഞു നോക്കിയതും അവളെയും കൂടെ ഫെലിക്സിനെയാണ് കണ്ടത്. ആ നിമിഷം ഫെലിക്സും അവളെ ഒന്ന് നോക്കി. അത് കണ്ട് അവൾ ചളുപ്പോടെ, അതിലുപരി ഒരു പേടിയോടെ അവനെ നോക്കാതെ നേരെ ഇരുന്നു. അവൻ ഋതുവിനെ നോക്കുന്നത് കണ്ടതും ആമി അവൻ്റെ കയ്യിൽ പിടിച്ചു. ഫെലിക്സ്, ഇതൊക്കെ മറക്കാനല്ലേ ആമി നീ എന്നെ എവിടേക്ക് കൂട്ടിയത്? എന്നിട്ട് ഞാൻ എന്താണോ മറക്കാൻ ശ്രമിച്ചത് അത് ദേ എൻ്റെ മുമ്പിൽ തന്നെ വന്നിരിക്കുന്നു. അവൻ ചെറിയ പുഞ്ചിരിയോടെ അവളെ നോക്കി പറഞ്ഞതും അവൾ വിഷമത്തോടെ അവനെ നോക്കി. അയാൾ ആദിസാറിൻ്റെ ഫ്രണ്ടാ, ഇവിടെ ഡോക്ടറാണ്. അവൾ വിഷമത്തോടെ അവനെ നോക്കി പറഞ്ഞു. നല്ല കാര്യം, എന്തായാലും എന്നേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരാളെ തന്നെയാണല്ലോ അവൾ തിരഞ്ഞെടുത്തത്. അവൻ അവളെ നോക്കി ചെറു പുഞ്ചിരിയോടെ പറഞ്ഞതും അവനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അവൾക്ക് മനസ്സിലായില്ല. ആമി, ഇനി എനിക്കിവിടെ നിന്നാ ഭ്രാന്ത് പിടിക്കും, ഞാൻ പോവുകയാണ്. അവൻ അവളെ നോക്കി പറഞ്ഞു. ഫെലിക്സ്, അത് നീ ഒറ്റയ്ക്ക്? ആമി സംശയത്തോടെ ചോദിച്ചു. നീ പേടിക്കണ്ട ആമി, എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിയും. അവൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഞാൻ എന്തിനാ മറ്റൊന്ന് ചിന്തിക്കുന്നത്? പിന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് കുറച്ച് ടൈം വേണം, അത്രേ ഉള്ളൂ. അവൻ പറഞ്ഞതും അവൾക്ക് പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല. എടി അനു, ദേ അതാണോ ഈ പറഞ്ഞ ഫെലിക്സ്? അവർ രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടതും ഷെലിൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. എനിക്കറിയില്ലടി, അവൾ സംസാരിക്കുന്നത് കണ്ടിട്ട് അതാണെന്ന് തോന്നുന്നു. നിന്റെ ഓഫീസിലുള്ളവനൊന്നും അല്ലല്ലോ അത്? അവൾ തിരികെ ചോദിച്ചു. അല്ല. അപ്പം അതായിരിക്കും. എങ്കിലും ഒന്ന് ഉറപ്പിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പ്ലാൻ ബി നോക്കാം, അനു പറഞ്ഞു. നീ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് പോയിട്ട് വരാം. അതും പറഞ്ഞ് ഷെലിൻ അവരുടെ അടുത്തേക്ക് നടന്നതും അനു അവൾ പോകുന്നത് നോക്കി മനസ്സിലെന്തോ ഉറപ്പിച്ചതുപോലെ പുച്ഛത്തോടെ ചിരിച്ചു. ഷെലിൻ അവരുടെ അടുത്തേക്ക് നടന്നു. അവൾ വരുന്നത് കണ്ടതും ആമി ഓഫീസിലെ സ്റ്റാഫ് എന്ന നിലയ്ക്ക് അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് ഒന്നും അറിയാത്തതുപോലെ അവരുടെ അടുത്തേക്ക് ചെന്നു. ഹായ് മാഡം. ഹായ്. ആമി അവളെ നോക്കി തിരികെ പറഞ്ഞു. മാഡത്തിൻ്റെ പ്രോഗ്രാം ഒന്നും ഇല്ലായിരുന്നോ? ഷെലിൻ കുശലം ചോദിക്കുന്നത് പോലെ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഇല്ല, ആമി പുഞ്ചിരിയോടെ പറഞ്ഞു. ഇത്? അവൾ ഫെലിക്സിനെ നോക്കി. എൻ്റെ ഫ്രണ്ടാ ഫെലിക്സ്. ആമി പറഞ്ഞതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. അവനും തിരികെ ഒന്ന് ചിരിച്ചു എന്ന് വരുത്തി. ശരി മാഡം. അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും അനുവിൻ്റെ അടുത്തേക്ക് വന്നു. എന്തായി, അയാൾ തന്നെയാണോ അത്? അവൾ അങ്ങോട്ടേക്ക് ചെന്നതും അനു സംശയത്തോടെ ചോദിച്ചു. അതെ, നമ്മൾ ഉദ്ദേശിച്ച ആൾ അത് തന്നെയാ. ഷെലിൻ അവളെ നോക്കി പറഞ്ഞതും അനു ഒന്ന് ചിരിച്ചു. എങ്കിൽ വാ, ഇനി നിന്ന് സമയം കളയണ്ട. അതും പറഞ്ഞ് അവൾ ഷെലിനെയും കൂട്ടി നടന്നു. ആമി, നീ എന്നെ നിർബന്ധിക്കണ്ട. ഞാൻ ഇനി ഇവിടെ നിന്നാ അത് ശരിയാവില്ല. ചിലപ്പോൾ എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ അവളോട് ചെന്ന് എന്തെങ്കിലും പറഞ്ഞു പോകും. അത് ചിലപ്പോൾ അവളുടെ ജീവിതത്തെയും ബാധിക്കും. അവൾ ഇനി അയാളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോയെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അവൻ അവളെ നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൾക്ക് പിന്നെ അവനെ നിർബന്ധിക്കാൻ തോന്നിയില്ല. ദേ, ഇത് സാന്ദ്രയുടെ ഫോണാണ്. അവൾക്ക് വീഡിയോ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അവൾക്ക് വാക്ക് കൊടുത്തോണ്ട് മാത്രമാണ് ഞാൻ അവളുടെ ഡാൻസ് കഴിയുന്നത് വരെ ഇവിടെ നിന്നത്. നീ ഈ ഫോൺ അവളെ ഏൽപ്പിച്ചിരുന്നാൽ മതി. ഇതിൽ ഞാൻ അവളുടെ ഡാൻസ് വീഡിയോ എടുത്തിട്ടുണ്ട്. അവൻ പറഞ്ഞതും ആമി അവനെ നോക്കി തലയാട്ടി. അവൻ ആമിയെ നോക്കി യാത്ര പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും പോകാൻ തുടങ്ങി. ഏട്ടാ, പെട്ടെന്ന് പുറകിൽ നിന്നും സാന്ദ്രയുടെ വിളി കേട്ടതും അവനൊന്ന് നിന്നു. അവൾ കാലുകൊണ്ട് നടക്കാൻ വയ്യാതെ ഏന്തി വരികയായിരുന്നു. അവൾ അങ്ങനെ വരുന്നത് കണ്ടതും ആമിയും അവനും സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഇതെന്ത് പറ്റി നിന്റെ കാലിന്? അവളെ കണ്ടതും ആമി സംശയത്തോട് ചോദിച്ചു. ഡാൻസ് കളിച്ചപ്പോൾ കാലൊന്നും മടങ്ങി ചേച്ചി, ഇപ്പം നടക്കാനേ പറ്റുന്നില്ല. അവൾ ആമിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും ആമി അവൾക്ക് സപ്പോർട്ട് എന്ന പോലെ അവളെ തിരികെ പിടിച്ചു. ഹോസ്പിറ്റലിൽ പോകണോ? അത് കണ്ടതും അവൻ സംശയത്തോട് ചോദിച്ചു. വേണ്ട ഏട്ടാ, മാറുമെന്ന് തോന്നുന്നുണ്ട്, എങ്കിലും ചെറിയൊരു വേദനയുണ്ട്. അവൾ അവനെ നോക്കി തിരികെ മറുപടി പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ ഒന്ന് പോയിട്ട് വരാം. ആമി അവളുടെ മുഖത്തേക്ക് നോക്കി സംശയത്തോടെ പറഞ്ഞു. അതൊന്നും സാരമില്ല ചേച്ചി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് പെട്ടെന്ന് മടങ്ങിയതിൻ്റെയാ, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. അവൾ പറഞ്ഞതും ആമി തലയാട്ടി. നിന്റെ ഫോൺ ഞാൻ ആമിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഫെലിക്സ് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി. ഏട്ടനെന്താ പോവുകയാണോ? അത് കേട്ടതും അവൾ തിരികെ അവനോട് ചോദിച്ചു. ഞാൻ ഹോസ്റ്റലിലേക്ക് തിരികെ പോകുക. അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു. അതെന്താ ഇപ്പോൾ പെട്ടെന്ന് പോകുന്നത്? സാന്ദ്ര വീണ്ടും സംശയത്തോടെ അവനോട് ചോദിച്ചു. അവൾ ചോദിക്കുന്നത് കേട്ടതും അവൻ ആമിയുടെ മുഖത്തേക്ക് നോക്കി. ആമി അവനെയും തിരികെ നോക്കി. എന്താ ചേച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അവൾ ഡാൻസിന് പോയ സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന സംശയത്തോടെ അവൾ ആമിയോട് ചോദിച്ചു. അത് സാന്ദ്ര, ഋതു അവിടെ വന്നിട്ടുണ്ട്. ആമി അവളെ നോക്കി മറുപടി പറഞ്ഞതും അവൾ ഞെട്ടി. എന്താ, ആ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടെന്നോ? അതെങ്ങനെ? ആ ചേച്ചിക്ക് നമ്മുടെ കമ്പനിയായിട്ട് എന്താ ബന്ധം? സാന്ദ്ര സംശയത്തോടെ അവളോട് ചോദിച്ചതും ആമി നടന്ന സംഭവങ്ങളൊക്കെ അവളോട് പറഞ്ഞു. എന്നിട്ട് എവിടെയാ ചേച്ചി? അവൾ ചോദിച്ചതും ആമി അവൾക്ക് ഋതുവിനെ കാണിച്ചു കൊടുത്തു. എന്നാൽ ഋതുവിൻ്റെ മുഖം കാണാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഋതു നേരെ ഇരുന്ന് സ്റ്റേജിലെ പ്രോഗ്രാമൊക്കെ കാണുകയായിരുന്നു.
ബെസ്റ്റ്. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന പ്രോഗ്രാം കാണുന്നത് നോക്കിക്കേ. സാന്ദ്ര ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും പറഞ്ഞു. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ആമി? അവൻ ആമിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഞാൻ ഒരിക്കലും പറയില്ല നിന്നോട് പോവാൻ. അതിന് ആമി അവനെ നോക്കി മറുപടി പറഞ്ഞു. ഏട്ടാ, ഒരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാവോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർ കൂടി ഒന്നിച്ചു പോകാം. സാന്ദ്ര അവനെ നോക്കി. അതെന്താ, നീയും തിരിച്ചു പോവാണോ? ആമി അത് കേട്ട് സംശയത്തോടെ അവളോട് ചോദിച്ചു. ഓഹ്, എനിക്ക് വയ്യ ചേച്ചി, കാല് നല്ല വേദനയുണ്ട്. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. ഹോസ്റ്റലിലാണെങ്കിൽ ഫുഡ് വേണ്ടാന്ന് പറയുകയും ചെയ്തു. സാന്ദ്ര അവളെ നോക്കി പറഞ്ഞു. ഫെലിക്സ്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്, നീയും കൂടി എന്തെങ്കിലും കഴിച്ചിട്ട് പോ. നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ. ആമി അവനോട് പറഞ്ഞു. വേണ്ട ആമി, നീ പോയി കഴിച്ചിട്ട് വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എനിക്കൊന്നും വേണമെന്നില്ല. അവൻ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു. എൻ്റെ പൊന്നേട്ടാ, ഏട്ടൻ ആർക്ക് വേണ്ടിയായി പട്ടിണി കിടക്കാൻ പോകുന്നത്? ഏട്ടൻ ദേ അങ്ങോട്ട് നോക്ക്, അവർ രണ്ടുപേരും എന്ത് ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏട്ടൻ പട്ടിണിക്ക് ഇരുന്നത് കൊണ്ട് എന്താ കാര്യം? ഏട്ടൻ ഇങ്ങോട്ട് വന്നേ, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാം. അവൾ ഫെലിക്സിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഫെലിക്സ് വേണ്ടാന്നുള്ള രീതിയിൽ ആമയുടെ മുഖത്തേക്ക് നോക്കി. ചെല്ലടാ, അവൾ പറയുന്നതിലും കാര്യമുണ്ട്. ഞാൻ നോക്കിയിട്ട് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഋതു അയാളുടെ കൂടെ ഭയങ്കര സന്തോഷത്തിലാണ്. ആ സ്ഥിതിക്ക് നീ എന്തിനാ വെറുതെ പട്ടിണി കിടന്ന് വിഷമിക്കുന്നത്? അവളുടെ കൂടെ ചെന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ചിട്ട് ഹോസ്റ്റലിലേക്ക് പോകാൻ നോക്ക്. ഞാൻ ഹോസ്റ്റലിൽ തിരികെ ചെന്നിട്ട് നിന്നെ വിളിച്ചോളാം. താമസിക്കുകയാണെങ്കിൽ നാളെ വിളിക്കാം. ആമി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി. അല്ല, ഇവളെൻ്റെ കൂടെ വരികയാണെങ്കിൽ നീ പിന്നെ ഒറ്റയ്ക്കാവില്ലേ? രാത്രി ആവുകയാണെങ്കിൽ നീ എങ്ങനെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരും? അവൻ അവലാതിയോടുകൂടി അവളോട് ചോദിച്ചു. ചേച്ചി ആദ്യ സാറ് കൊണ്ടാക്കിക്കോളും. എന്തായാലും ചേച്ചിയെ സാർ ഒറ്റയ്ക്ക് വിടില്ല, അതും ഈ രാത്രിയിൽ. അവൾ പറഞ്ഞതും ഫെലിക്സിനും അത് ശരിയാണെന്ന് തോന്നി. എങ്കിൽ നിങ്ങൾ പോയി കഴിക്ക്. ആമി പറഞ്ഞതും അവനും സാൻഡ്രയും തലയാട്ടിക്കൊണ്ട് അവിടെ നിന്നും പോയി. അനു, എന്താ നിന്റെ പ്ലാൻ? അവരെ രണ്ടുപേരെയും ഈ വെള്ളം കുടിപ്പിക്കാനാണോ? ഷെലിൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അതെ. അനു ചിരിച്ചു. ദാ, ഇത് നീ കൊണ്ടുപോയിക്കോ, എന്നിട്ട് ആമയ്ക്ക് കൊടുക്ക്. ഇത് ഞാൻ അയാൾക്ക് കൊടുത്തോളാം. അനു ഒരു ഗ്ലാസ് ജ്യൂസ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അനു, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. വേറെ പ്രശ്നമൊന്നും വരില്ലായിരിക്കും അല്ലേ? അവൾ സംശയത്തോട് ചോദിച്ചു. ഇല്ല, നീ ധൈര്യമായിട്ട് അവളുടെ അടുത്തേക്ക് പോയിക്കോ. അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞാലും നീ അവളെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിക്കണം. അനു അവളെ ഓർമ്മിപ്പിച്ചു. ഷെലിൻ അതുമായി ആമിയുടെ അടുത്തേക്ക് ചെന്നു. ആമി അപ്പോൾ അവരെ ഫുഡ് കഴിക്കാൻ പറഞ്ഞു വിട്ടതിന് ശേഷം വാഷ്റൂമിൽ പോയിട്ട് വരികയായിരുന്നു. മാഡം, അവൾ അങ്ങോട്ട് വന്നതും ഷെലിൻ വിളിച്ചു. ദാ, ഈ ജ്യൂസ് കുടിച്ചോ. ഷെലിൻ അവൾക്ക് നേരെ ജ്യൂസ് നീട്ടി. ഇതെന്താ എനിക്ക് മാത്രം? അത് കണ്ടതും ആമി അവളോട് ചിരിയോടെ ചോദിച്ചു. അത് കേട്ട് അവളൊന്ന് ഞെട്ടി. ആമി അങ്ങനെ സംശയം ചോദിക്കുമെന്ന് അവൾ കരുതിയിരുന്നില്ല. അത് അത് പിന്നെ മാഡം, അത് ഞാൻ എനിക്ക് വേണ്ടി എടുത്തതാ മാഡം. മാംഗോ ജ്യൂസ് ആണെന്ന് കരുതിയാണ് എടുത്തത്. ബട്ട് ഇത് ഓറഞ്ചാണ്. എനിക്ക് ഓറഞ്ച് ഇഷ്ടമല്ല. അത് മാത്രമല്ല, എടുത്തത് ഇവിടെ വരെ കൊണ്ടുവന്ന സ്ഥിതിക്ക് തിരിച്ചു കൊണ്ടുവയ്ക്കുന്നത് മോശമല്ലേ? പിന്നെ കളയാനും തോന്നുന്നില്ല. അപ്പോഴാണ് മേഡം വരുന്ന കണ്ടത്. അപ്പം മേഡത്തിന് തരാമെന്ന് കരുതി. അവൾ പറഞ്ഞത് മാമി ചിരിയോടെ അത് വാങ്ങി ചുണ്ടിലേക്ക് അടുപ്പിച്ചു. ഷെലിൻ ചിരിച്ചുകൊണ്ട് അവൾ ആ ജ്യൂസ് കുടിക്കുന്നത് നോക്കി. അനു 3-4 ജ്യൂസിനിടയ്ക്ക് അവനുള്ള ജ്യൂസുമായി അവനെ തിരക്കി ഇറങ്ങിയെങ്കിലും ഫെലിക്സിനെ അവിടെ എങ്ങും കണ്ടില്ല. എടാ ആദി, നീ നേരത്തെ പരിചയപ്പെടുത്തി തന്നതല്ലേ ആമി, നീ പറഞ്ഞ കുട്ടി? പുറകിലിരുന്ന ആര്യൻ മുൻപിലിരിക്കുന്ന ആദിയോട് ചോദിച്ചു. അതേടാ, അവൾ തന്നെയാ. എങ്ങനെയുണ്ട്? നീ അവളെ ആദ്യമായിട്ടല്ലേ ഇന്ന് കാണുന്നത്? ആദി സംശയത്തോട് ചോദിച്ചു. അതെ, നല്ല കുട്ടിയാടാ. നല്ല ഐശ്വര്യമുണ്ട് അവളെ കാണാൻ. അവൻ പറഞ്ഞതും ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു. ഋതു സംശയത്തോടെ ആര്യൻ്റെ മുഖത്തേക്ക് നോക്കി. ആദിയുടെ സെക്രട്ടറി ആയിട്ട് വന്ന പെൺകുട്ടിയാ. അവൻ അവളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതുവരെ പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. അവൾക്കും തിരികെ ഇവന് ഇഷ്ടമാണെങ്കിൽ അവളുടെ ലക്കാണെന്നേ ഞാൻ പറയുള്ളൂ. കോടിക്കണക്കിന് ആസ്തിയുള്ളവനല്ലേ, അവളുടെ ഭാഗ്യം. ആര്യൻ അവളോട് പറഞ്ഞതും അതിന് ഋതു ഒന്നും മൂളിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. ആര്യൻ എങ്ങനെ പറയുന്നത് കേട്ടതും ഋതുവിന് ആമയോട് ചെറിയൊരു കുശുമ്പ് തോന്നിയിരുന്നു. എങ്കിലും അത് പുറമേ കാണിക്കാതെ അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഇവൻ ഇതെവിടെ പോയി? ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. അവന് കൊടുക്കാതെ അവൾക്ക് മാത്രം കൊടുത്താൽ ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. ഷെലിൻ അവൾക്ക് ആ ജ്യൂസ് കൊടുത്ത് കാണുമോ? അവളെ വിളിച്ചിട്ടിപ്പോൾ കൊടുക്കണ്ടെന്ന് പറയായിരുന്നു. അതും പറഞ്ഞ് അനു തൻ്റെ ഫോൺ എടുത്ത് ഷെലിനെ കോൾ ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. ഹലോ ഷെലിൻ, നീ ആമിക്ക് ആ ജ്യൂസ് കൊടുത്തോ? എടുത്തു പാടി അവൾ സംശയത്തോട് ചോദിച്ചു. കൊടുത്തു, ദേ കുടിച്ചിട്ട് പോയിട്ടുണ്ട്. അവൾ ചിരിച്ചു. ഷേ, എന്താ അനു, എന്തു പറ്റി? എനിത്തിങ് റോങ്? അവളിൽ സംശയം നിറഞ്ഞു. ആ പയ്യനെ ഇവിടെ എങ്ങും കാണുന്നില്ല. ആ പയ്യനില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. അവളെ മാത്രം കുടിപ്പിച്ച് കിടത്തിയിട്ടിപ്പം കാര്യമില്ലല്ലോ. അനു വിഷമത്തോടെ പറഞ്ഞു. ആണോ? അത് സാരമില്ല, നമുക്ക് വേറെ ആരെയെങ്കിലും അതിനുവേണ്ടി തപ്പിയെടുക്കാം. അങ്ങനെ തന്നെയല്ലേ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അവനെ കിട്ടിയില്ലെങ്കിൽ മറ്റൊരാളെ. അവൾ പറഞ്ഞുകൊണ്ട് നോക്കിയതും മുൻപിൽ ആരോടോ ചിരിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അവരുടെ സ്റ്റാഫ് തന്നെയായ അരുണിനെയാണ് കണ്ടത്. അത് കണ്ടതും ഷെലിൻ ചിരിച്ചു.
എടി, ആപ്റ്റായിട്ടുള്ള ഒരാളെ കിട്ടിയിട്ടുണ്ട്, ഷെലിൻ പറഞ്ഞു. ആരാ? അവൾ സംശയത്തോട് ചോദിച്ചു. അരുൺ, ഇവിടുത്തെ സ്റ്റാഫാ. അവന് മേഡത്തിനൊരു കണ്ണുണ്ട്. എപ്പോഴും ഞങ്ങളോടൊക്കെ പറയും മേഡം സുന്ദരിയാണെന്നും അവരെ വിവാഹം കഴിക്കുന്നവൻ ഭാഗ്യവാനാണെന്നൊക്കെ. എനിക്ക് തോന്നുന്നു ആ ഫെലിക്സിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ഇവൻ തന്നെയായിരിക്കുമെന്ന്. വീണിടം വിഷ്ണു ലോകമാക്കാൻ അവന് നന്നായിട്ട് അറിയാം. നീ എന്ത് പറയുന്നു? ഷെലിൻ സംശയത്തോട് അനുവിനോട് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ അവൻ മതി നമുക്ക്. നീ വിടാതെ പിടിച്ചോ, ഞാൻ ജ്യൂസും കൊണ്ട് വരാം, അനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അനു അരുണിനെ കൊണ്ട് ജ്യൂസ് കുടിപ്പിക്കാൻ ജ്യൂസുമായി ഷെലിനെ പറഞ്ഞു വിട്ടു. അവരുടെ ഐഡിയ പോലെ നടത്താൻ വേണ്ടി അനു ആമയെയും തിരക്കി നടന്നു.